ഫുഡ് കഴിക്കണമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് ഞങ്ങൾ ബാർബിക്യൂ നേഷനിലേക്ക് അൺലിമിറ്റഡ് ബുഫേ കഴിക്കാനായിട്ട് വെച്ച് പിടിച്ചത്. പാനിപൂരിയും പാപ്പടി ചാറ്റും കഴിച്ച് ഐശ്വര്യമായിട്ട് നമ്മളെ ഫുഡ് നമ്മൾ ആരംഭിച്ചായിരുന്നേ. ഇതുപോലെയുള്ള ബുഫേക്ക് പോകുന്നവരോടും പോകാൻ ആഗ്രഹിക്കുന്നവരോടും ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇതുപോലെയുള്ള അൽക്കുലത്ത് സ്റ്റാർട്ടേഴ്സ് കഴിച്ച് നിങ്ങളുടെ കുമ്പയിലുള്ള സ്ഥലം ചുമ്മാ വേസ്റ്റ് ആക്കരുത്. നമ്മളത് സെറ്റായി വന്നപ്പോഴേക്കും തേടാ പ്ലേറ്റിൽ നോൺ വെജ് ഐറ്റംസ് നിറയാനായിട്ട് തുടങ്ങി. ഷ്രിംപ് ഉണ്ടായിരുന്നു, ഫലാഫൽ ഉണ്ടായിരുന്നു, ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർ ഗ്രില്ല് സെറ്റ് ചെയ്ത് പല തരത്തിലുള്ള മീറ്റ് നമുക്ക് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നേ. പ്രോൺസ്, ചിക്കൻ, ഫിഷ് ഇതായിരുന്നു ബാർബിക്യൂ ഓപ്ഷൻസിൽ നമുക്കുണ്ടായിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷ്രിംപും ചിക്കനും ആയിരുന്നു. ഫിഷിൻ്റെ ഒരു സ്വാദില്ലായ്മ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആദ്യം കഴിച്ചപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പം നമുക്ക് തോന്നിയായിരുന്നേ. പിന്നീട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ച് അവർ മസാലാസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരുവാണ് ഉണ്ടായത്. പിന്നെ ഈ ബുഫേക്ക് പോയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ തിരുമ്പോ വന്ന് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ഫില്ല് ചെയ്ത് ബാർബിക്യൂ കഴിച്ച് ഏതാണ്ടൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് പോയിട്ട് മെയിൻ കോഴ്സ് എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ പോയി. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഓപ്ഷൻസ് കുറവായിട്ട് തോന്നി. ബാർബിക്യൂ നേഷനിൽ പോവുകയാണെങ്കിൽ ബാർബിക്യൂ കഴിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാട്ടോ എനിക്ക് തോന്നിയത്. മെയിൻ കോഴ്സ് ഓപ്ഷൻസിൽ പ്ലെയിൻ റൈസ്, ചിക്കൻ ബിരിയാണി, ന്യൂഡിൽ, നാൻ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ മുംബൈയിലുള്ള ബാർബിക്യൂ നേഷനിലാട്ടോ പോയത്. ഇവരുടെ കുറേ സാധനങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടുത്തമില്ലടാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. ഈ ഓറഞ്ച് കേക്കില്ലേ, അത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. ഞാൻ പിന്നെ ചോക്ലേറ്റിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്കെപ്പോഴും ചായ ചോക്ലേറ്റ് കേക്കിനോട് തന്നെയാണ്. പിന്നെ ഇത് കൂടാണ്ട് കുൽഫി, ക്ഷീര, ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഫാമിലിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കാര്യം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു അൺലിമിറ്റഡ് ബുഫേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം ടെസു ടോക്സ്.